ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ SMC കോൺസെപ്റ്റാണ് പറഞ്ഞുതരാൻ പോകുന്നത്, അതായത് സ്മാർട്ട് മണി കോൺസെപ്റ്റ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ 30,000-40,000 കൊടുത്ത് പഠിക്കുന്ന കാര്യം തന്നെയാണ്, ആ കോഴ്സിൽ പറയുന്ന കാര്യം തന്നെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഫ്രീ ആയിട്ട് പറഞ്ഞുതരാൻ പോകുന്നത്. ഇത് 100% നിങ്ങൾക്ക് ഉറപ്പായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. പുതിയതായിട്ട് ട്രേഡിങ്ങിൽ വരുന്ന ആൾക്കാർക്ക് ഒരു സ്ട്രാറ്റജി പോലും അറിയത്തില്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം പ്രോഫിറ്റബിൾ ആയിട്ട് നിങ്ങൾക്ക് മാറാനായി പറ്റും. അപ്പം ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ച് തന്നെയാണ് ഞാനും ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ 100% നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് പറഞ്ഞു തരാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്ന മുമ്പ് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഈ വീഡിയോയ്ക്ക് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഇത്തരത്തിൽ യൂസ്ഫുൾ ആയിട്ട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. ഹലോ സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ വീഡിയോയിൽ SMC കോഴ്സാണ് പഠിക്കാനായി പോകുന്നത്. SMC എന്നാൽ സ്മാർട്ട് മണി കോൺസെപ്റ്റ്. ഈ ഒരു കോൺസെപ്റ്റിൽ പ്രധാനമായിട്ടും എന്താണ് പറയുന്നതെന്നാൽ, ബിഗ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതേപോലെ വലിയ വലിയ ബാങ്കുകൾ, അവരാണ് ഈ മാർക്കറ്റിനെ ചലിപ്പിക്കുന്നത്. അവരുടെ ആ മൂവ് മനസ്സിലാക്കി അവരുടെ കൂടെ നിന്ന് കളിക്കുക എന്നതാണ് ഈ കോൺസെപ്റ്റ് കൂടെ നമ്മൾ പഠിക്കാനായി പോകുന്നത്. അത് എങ്ങനെയാണ് അവരുടെ മൂവ് മനസ്സിലാക്കുന്നത്, അവർ മാർക്കറ്റിനെ എങ്ങോട്ടാണ് അടുത്തതായി കൊണ്ടുപോകുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ പഠിക്കാനായി പോകുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, 30,000-40,000 രൂപ കൊടുത്ത് പഠിക്കുന്ന അതേ കോഴ്സ് തന്നെയാണ്, അതായത് അഡ്വാൻസ്ഡ് SMC ആണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പഠിക്കാനായി പോകുന്നത്. ഞാൻ ഈ ഒരു കോൺസെപ്റ്റ് വെച്ചാണ് ഞാൻ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതും പൈസ ഉണ്ടാക്കുന്നതും. അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോയിലോട്ട് പോകുമ്പോൾ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെയാണ് സബ്സ്ക്രൈബ് ചെയ്യാതാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ലൈക്ക് കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലായിട്ട് പോകാം. അഡ്വാൻസ്ഡ് SMC പഠിക്കണമെങ്കിൽ മാർക്കറ്റ് സ്ട്രക്ചർ നമ്മൾ അറിഞ്ഞിരിക്കണം. മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ അടയാളപ്പെടുത്താനായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. അപ്പം മാർക്കറ്റ് സ്ട്രക്ചർ എങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത്, 2 വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചാനലിൽ പോയാൽ മാർക്കറ്റ് സ്ട്രക്ചർ അടയാളപ്പെടുത്തുന്ന 2 വീഡിയോസ് കാണാം. അത് ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടിരിക്കുക, അത് വളരെ യൂസ്ഫുൾ ആകുന്ന വീഡിയോസാണ്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതിനായി നമ്മൾ ആദ്യം മാർക്കറ്റ് സ്ട്രക്ചർ അടയാളപ്പെടുത്തുക. അതിനായി 15 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് കൊണ്ടുവരിക. ഇതാണ് നമ്മുടെ ഹൈ, ഇതാണ് നമ്മുടെ ലോ. ഓക്കെ, ഈ ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാണ്. ഈ ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നു. വീണ്ടും ഒരു ഹയർ ഹൈ ഉണ്ടാക്കുകയാണ്. ഇവിടെ അതായത് ഇവിടെ നമ്മൾ എന്താ പറയുന്നത്, ഹയർ ഹൈ. ഒരു ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് വീണ്ടും ഒരു ഹയർ ഹൈ ഉണ്ടാക്കി മാർക്കറ്റ്. വീണ്ടും മാർക്കറ്റിനെ ഈ ഒരു മാർക്കറ്റിനെ ബ്രേക്ക് ചെയ്ത് നമ്മൾ എന്താണ് പറയുന്നത്, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഇതുവരെ ബുള്ളിഷാണ്. അപ്പം ഇതെന്താണ്, ഈ ലോയെ നമ്മൾ എന്താണ് പറയുന്നത്, സ്ട്രോങ് ലോ എന്ന് പറയും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ബുള്ളിഷ് മാർക്കറ്റിൽ ഒരിക്കലും ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യത്തില്ല. ഇതൊരു സ്ട്രോങ് ലോ എന്നാണ് നമ്മൾ പറയുന്നത്. ബുള്ളിഷ് മാർക്കറ്റിൽ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്, മാർക്കറ്റ് ബെയറിഷിലോട്ട് പോയി എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ അതേപോലെ തന്നെ ആ ഒരു സിറ്റുവേഷൻ നടക്കുന്നത്. ഈ ഒരു മാർക്കറ്റ് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുന്നു. മാർക്കറ്റ് ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്, നമ്മൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്നല്ല പറയുന്നത്, ചേഞ്ച് ഓഫ് ക്യാരക്ടർ. ഓക്കെ, ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറയും. അതായത് മാർക്കറ്റിൻ്റെ ക്യാരക്ടർ ചേഞ്ച് ആയി. ഇത്ര നേരം ബുള്ളിഷിലേക്ക് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്, അപ്പം മാർക്കറ്റ് പെട്ടെന്ന് ബെയറിഷിലോട്ട് പോയി. അപ്പോൾ അതിനെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറയും. ഇതും നമുക്ക് നോക്കാൻ മനസ്സിലാവും. ഇവിടെ നമ്മൾ മാർക്കറ്റ് വീണ്ടും ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നേക്കുവാണ്, BOS. അതായത് മാർക്കറ്റിൻ്റെ ക്യാരക്ടർ ചേഞ്ച് ചെയ്യുന്ന മാത്രമേ നമ്മൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറയത്തുള്ളൂ. പിന്നെ വരുന്ന എല്ലാം ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നെയാണ്. പ്രീവിയസ് ലോയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോവുകയാണ്. അതേപോലെ തന്നെ ബുള്ളിഷ് മാർക്കറ്റിൻ്റെ എപ്പോഴും ഈ ഒരു ഹൈ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ഈ ഒരു ഹൈ മാർക്കറ്റ് ഒരിക്കലും ബ്രേക്ക് ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്താൽ എന്താണ് പറയുന്നത്, വീണ്ടും മാർക്കറ്റിൻ്റെ ക്യാരക്ടർ ചേഞ്ചായി. അതായത് ഈ ഒരു ഹൈ ഇല്ലേ, ഈ ഒരു ഹൈ മാർക്കറ്റ് ഇങ്ങനെ വന്നിട്ട് മാർക്കറ്റ് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിൻ്റെ ക്യാരക്ടർ ചേഞ്ചായി എന്നാണ് അർത്ഥമാക്കുന്നത്. സ്മാർട്ട് മണി കോൺസെപ്റ്റിൽ പറയുന്നതനുസരിച്ച് ഈ ഒരു ലോയെ നമ്മൾ എന്താണ് പറയുന്നത്, സ്ട്രോങ് ലോ എന്നാണ് പറയുന്നത്.
അതേപോലെ ഈ ഒരു ഹൈ ബെയറിഷ് മാർക്കറ്റിലെ നമ്മളെ ഹൈ എന്താണ് പറയുന്നത്? സ്ട്രോങ് ഹൈ എന്ന് പറയും. ഈ സ്ട്രോങ് ഹൈയും സ്ട്രോങ് ലോയും ഒരിക്കലും ബ്രേക്ക് ചെയ്യാനായിട്ട് ഈ ബിഗ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സമ്മതിക്കത്തില്ല. അവർ മാക്സിമം അവരുടെ ഓർഡർ പ്ലേസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ലോയിലായിരിക്കും. ഈ ഒരു ലോയിൽ നിന്ന് ആയിരിക്കും മാർക്കറ്റ് അവർ മുകളിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പം ഈ ഒരു മാർക്കറ്റ് തിരിച്ച് ഈ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് വലിയ നഷ്ടമായിരിക്കും ഉണ്ടാവുക. അത് നഷ്ടം അവർക്ക് ഒരിക്കലും ഉണ്ടാവാനായി സമ്മതിക്കത്തില്ലല്ലോ. കാരണം ബില്യൺസ് ഡോളേഴ്സാണ് അവർ ഇവിടെ ഇത് ചെയ്തേക്കുന്നത്, ഇൻവെസ്റ്റ് ചെയ്ത് മാർക്കറ്റിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഈ ഒരു ലോ ഒരിക്കലും ബ്രേക്ക് ചെയ്യാനായി സമ്മതിക്കത്തില്ല. അങ്ങനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക മാർക്കറ്റിൻ്റെ ക്യാരക്ടർ ചേഞ്ചായി എന്ന്. അപ്പോൾ അവർ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാനായി ശ്രമിക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെയാണ്. അതേപോലെ തന്നെ ഈ ഒരു ബെയറിഷ് മാർക്കറ്റിൽ സ്ട്രോങ് ഹൈ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ മനസ്സിലാക്കുക മാർക്കറ്റ് ക്യാരക്ടർ ചേഞ്ചായി. ഈ ബിഗ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതേപോലെ ബാങ്ക് കാര്യങ്ങളൊക്കെ അവരുടെ പ്രൈസ് ഹൈയിലേക്ക് കൊണ്ടുപോവുകയാണ്, പ്രൈസിനെ മുകളിലേക്ക് കൊണ്ടുപോകാനായി ശ്രമിക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെയാണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റിൽ പറഞ്ഞാൽ മതി, ഞാൻ വീണ്ടും സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. എനിക്ക് യാതൊരു കുഴപ്പമില്ല. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ, ഹൈ തന്ന ശേഷം വീണ്ടും ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ ലോ ബ്രേക്ക് ചെയ്ത് പോവുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി മാർക്കറ്റ് ബെയറിഷിലേക്ക് പോവുകയാണെന്ന്. ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിക്കഴിഞ്ഞാൽ, ഇത്തരത്തിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നേരെ ട്രേഡിംഗ് വ്യൂവിൻ്റെ ഈ ഒരു ടൂളിൻ്റെ ബോക്സിൽ പോവുക. ടൂളിൻ്റെ ഓപ്ഷനിൽ പോയ ശേഷം നിങ്ങൾക്ക് ഇവിടെ ഇൻസ്ട്രുമെൻറ്റിലോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ ഫെബിനാച്ചി എന്ന ഓപ്ഷനുണ്ട്. ഈ ഫെബിനാച്ചി അല്ല, ഇത് ഗ്യാൻ ബോക്സ് എന്ന ഓപ്ഷൻ ഉണ്ട്, ഇവിടെ കാണാൻ സാധിക്കും. ഈ ഗ്യാൻ ബോക്സ് സെലക്ട് ചെയ്യുക. ഗ്യാൻ ബോക്സ് സെലക്ട് ചെയ്ത ശേഷം ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു ഹൈ ഇത്തരത്തിൽ വയ്ക്കുക, ഇത് ലോ ഇവിടെ വയ്ക്കുക, ഈ ലോ ഇവിടെ കണക്ട് ചെയ്യുക. അതിനുശേഷം ഇപ്പം നിങ്ങൾക്ക് ഫെബിനാച്ചി ടൂൾ നോർമലായിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിലായിരിക്കും കാണുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ ഒരു രീതിയിലെല്ലാം നമുക്ക് ഉപയോഗിക്കേണ്ടത്. അപ്പം ഇതിൽ നിൽക്കിയ ശേഷം സെറ്റിങ്സിൽ പോവുക. അതിനുശേഷം ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇത്തരത്തിൽ ഇത് നമുക്കൊന്നും ആവശ്യമില്ല, ഇതെല്ലാം മാറ്റി. അതായത് 0, 1, 0.5 പിന്നെ ഇവിടെ നിന്ന് നമുക്ക് എല്ലാം വേണ്ട ആവശ്യമില്ല, അതൊക്കെ മാറ്റുക. എന്നിട്ട് ഓക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇത് കിട്ടും. ഇവിടെ നമ്മൾ വേറൊരു സ്മാർട്ട് മണി കോൺസെപ്റ്റിലെ വേറൊരു കാര്യം മനസ്സിലാക്കുന്നത്, അതായത് പ്രീമിയം ഡിസ്കൗണ്ട് കോൺസെപ്റ്റ്. അതായത് ഈ ഒരു മുകൾ ഭാഗത്തിന് നമുക്ക് പ്രീമിയം എന്ന് പറയും, പ്രീമിയം. അതേപോലെ ഈ ഒരു താഴെ കാണുന്നതിനെ നമ്മൾ ഡിസ്കൗണ്ട് എന്ന് പറയും, ഡിസ്കൗണ്ട്, പ്രീമിയം ഡിസ്കൗണ്ട്. ഓക്കെ, സ്പെല്ലിങ് ശരിയല്ലേ? ഓക്കെ, ഈ ഒരു മുകളിൽ കാണുന്നതിന് പ്രീമിയം എന്നും താഴെ കാണുന്ന ഈ ഒരു ഹാഫ് ഭാഗത്തെ നമുക്ക് ഡിസ്കൗണ്ട് എന്ന് പറയും. നമുക്ക് മാർക്കറ്റിൽ നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും ഒരു സാധനം സെല്ല് ചെയ്യാനുണ്ടെങ്കിൽ, അതായത് ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ കയ്യിലൊരു മൊബൈലുണ്ട്, ആ മൊബൈൽ ഞാൻ വില കുറച്ചാണ് വിൽക്കാൻ ശ്രമിക്കുക, വില കൂടി ആണ് വയ്ക്കാനായി ശ്രമിക്കുക. തീർച്ചയായിട്ടും നല്ല വില കിട്ടുന്ന രീതിയിൽ ഞാൻ വിൽക്കാനായി ശ്രമിക്കത്തുള്ളൂ, പ്രീമിയത്തിൽ നമുക്ക് വിൽക്കാനായിട്ട് നമുക്ക് ശ്രമിക്കത്തുള്ളൂ. അപ്പോൾ മാർക്കറ്റ് പ്രീമിയത്തിലാണ് സെല്ലിങ്ങിലേക്ക് പോവുക. വ്യക്തമായിട്ട് പറഞ്ഞാൽ പ്രീമിയത്തിൽ നിന്നേ ആൾക്കാർ സെല്ല് ചെയ്യത്തുള്ളൂ, മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകത്തുള്ളൂ. പ്രീമിയത്തിലേക്ക് വളരെ വില കൂടിയിട്ടല്ലേ നമ്മളതിന് വിൽക്കത്തുള്ളൂ. അതേപോലെ ഡിസ്കൗണ്ടിലാണ് നമുക്ക് എന്തെങ്കിലും സാധനം വാങ്ങിക്കണമെങ്കിൽ അത് നമ്മൾ മാക്സിമം ഡിസ്കൗണ്ടിലല്ലേ വാങ്ങിക്കാൻ ശ്രമിക്കത്തുള്ളൂ. വില കൂട്ടിയാണ് നമ്മൾ വാങ്ങിക്കാൻ ശ്രമിക്കുക, വില കുറഞ്ഞ ശേഷമല്ലേ നമ്മൾ വാങ്ങിക്കത്തുള്ളൂ. അതേപോലെ ഇവിടെ നമ്മൾ ഡിസ്കൗണ്ടിലാണ് വാങ്ങിക്കാൻ ശ്രമിക്കത്തുള്ളൂ. നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ഇത് ഡിസ്കൗണ്ട് ഇവിടെ നമ്മൾ വാങ്ങിക്കത്തില്ല. കാരണം എന്താ വെച്ചാൽ ഇത് ബെയറിഷ് മാർക്കറ്റാണ്. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ ഇതൊരു ബെയറിഷ് മാർക്കറ്റ് ഞങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞുതരാം.
അടുത്ത ബുള്ളിഷ് മാർക്കറ്റിൽ എങ്ങനെയാണ് ഞാൻ ചെയ്യേണ്ടതെന്നും പറഞ്ഞു തരാം. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ബെയറിഷ് മാർക്കറ്റിൽ എക്സാമ്പിൾ നോക്കുവാണ്. ബുള്ളിഷ് മാർക്കറ്റ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. ഇത് പറഞ്ഞ ശേഷം നിങ്ങൾക്ക് ബുള്ളിഷ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. അപ്പം ഈ ഒരു പ്രീമിയത്തിൽ നിന്നാണ് നമ്മൾ വിൽക്കാനായി പോകുന്നത്. അപ്പം ഈ പ്രൈസ് ഇവിടെ നിന്ന് നിങ്ങൾ പ്രൈസ് താഴേക്ക് നമ്മൾ പോയി, ഇതാണ് നമ്മൾ ലോ, പ്രൈസ് തിരിച്ച് ഹൈയിലേക്ക് വരികയാണ്. പ്രൈസ് നിങ്ങൾ ഇവിടെ എന്തൊക്കെ കാണിച്ചാലും നിങ്ങൾ ആരും നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പ്രൈസ് ഇവിടെ വന്ന് എന്തൊക്കെ കാണിച്ചാലും നിങ്ങൾ ചുമ്മാ നോക്കിയിരുന്നാൽ മാത്രം മതി. നിങ്ങൾക്ക് അവിടെ ട്രേഡ് എടുക്കാനോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, പ്രൈസ് ഇപ്പോഴും ഡിസ്കൗണ്ടിലാണ് നിൽക്കുന്നത്. പ്രൈസ് തിരിച്ച് മുകളിലേക്ക് വന്ന് പ്രീമിയത്തിലേക്ക് വരുമ്പോൾ മാത്രമേ നമ്മൾ സെല്ല് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, പ്രൈസ് പ്രീമിയത്തിൽ വന്ന ശേഷം മാത്രമേ പ്രൈസ് താഴോട്ട് പോകത്തുള്ളൂ. അത് നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും. പ്രൈസ് പ്രീമിയത്തിൽ വന്നല്ലേ പോകുന്നത്. പ്രൈസ് ഇവിടെ നിന്ന് വന്നു, തിരിച്ചു മുകളിലേക്ക് വന്നു, ശേഷം പ്രൈസ് കണ്ട ഇവിടം വരെ പ്രൈസ് വന്ന ശേഷമാണ് പ്രൈസ് തിരിച്ച് സെൽ ഓഫിലേക്ക് പോകുന്നത്. ഓക്കെ, ഇതെടുത്ത് കളയട്ടെ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പ്രൈസ് ഇവിടം വരെ വന്നു, പ്രൈസ് ഇവിടം വരെ വന്ന് പ്രീമിയത്തിൽ നിന്നാണ് പ്രൈസിനെ സെല്ല് ചെയ്യുന്നത്. അപ്പോൾ പ്രീമിയത്തിൽ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം. ഓക്കെ, പ്രീമിയത്തിൽ വന്ന് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ടത്? അപ്പോൾ നിങ്ങൾ ചോദിക്കും, പ്രീമിയത്തിൽ വന്നു, ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? പ്രൈസ് താഴേക്ക് പോയി, എനിക്കെങ്ങനെ ട്രേഡ് എടുക്കാൻ പറ്റും? ഓക്കെ, അത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ പ്രീമിയം ഡിസ്കൗണ്ടും പറഞ്ഞു. ഓക്കെ, നിങ്ങൾ അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ട്രേഡിംഗ് റേഞ്ച് കിട്ടി. ട്രേഡിംഗ് റേഞ്ച് എന്ന് വെച്ചാൽ മാർക്കറ്റ് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അടയാളപ്പെടുത്തി. പിന്നീട് മാർക്കറ്റ് മുകളിലേക്ക് വരികയാണെന്ന് വയ്ക്കുക. ഇത്തരത്തിൽ ഒരു മാർക്കറ്റ് തിരിച്ച് മുകളിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു ലോയും ഈ ഒരു ഹൈയും ഈ ഒരു ലോയും കൂടെ ഗ്യാൻ ബോക്സ് എടുത്തിട്ട് ഇത്തരത്തിൽ വരയ്ക്കുക. ഓക്കെ, സോ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഗ്യാൻ ബോക്സ് സെലക്ട് ചെയ്യുക. ഞാൻ പറഞ്ഞ രീതിയിൽ സെറ്റിങ്സ് ആക്കുക. ഈ ഒരു ഹൈ അല്ലേ മാക്സിമം വരുന്ന ഹൈ. ട്രേഡിംഗ് റേഞ്ച് എങ്ങനെ വരയ്ക്കുന്നത് വെച്ചാൽ നമ്മൾ ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്നല്ലേ, ഇതാണ് മാക്സിമം വന്ന ഹൈ, ഇതാണ് ഏറ്റവും വലിയ ഹൈ. ഓക്കെ, ഈ ഹൈയും ഈ ഒരു ലോ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. മാർക്കറ്റിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളൊന്നും നിങ്ങൾ യാതൊരു നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. ഇതൊന്നും മാർക്കറ്റ് യാതൊരു രീതിയിലും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു ഭാഗം ഒന്നും, അതായത് ഈ ഒരു ഭാഗമോ കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ നിങ്ങൾ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നോക്കേണ്ടത് എന്ത് വെച്ചാൽ, ഓക്കെ, നിങ്ങൾ എന്താണ് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ട്രേഡിംഗ് റേഞ്ച് മാത്രമേ നോക്കിയാൽ മതി. നിങ്ങൾക്കൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി, 50 മിനിറ്റിൽ നിങ്ങൾക്കൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി, മാർക്കറ്റ് തിരിച്ച് മുകളിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കി. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് 50 മിനിറ്റിൻ്റെ ഹൈ ഏതാണെന്ന് നോക്കുക. ഇതാണ് മാർക്കറ്റ് ഏറ്റവും മുകളിലേക്ക് പോയിരിക്കുന്നത്. ഈ ഒരു ഹൈ ആണ് മാർക്കറ്റ് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യാനുള്ള കാരണം. അപ്പം ഈ ഒരു ഹൈയും ലോയും ബ്രേക്ക് ചെയ്ത് അടയാളപ്പെടുത്തിയ ശേഷം നിങ്ങൾ ഗ്യാൻ ബോക്സ് എടുക്കുക. ഗ്യാൻ ബോക്സ് ഈ ഒരു മുകളിലേക്ക് വയ്ക്കുക. ഈ ഒരു ട്രേഡിംഗ് റേഞ്ച് ആക്കുക. ഇതിന് നമ്മൾ ട്രേഡിംഗ് റേഞ്ച് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു 15% ഞാൻ പറഞ്ഞു പ്രീമിയം ആണെന്നും ഈ ഒരു 15% നമ്മൾ പറഞ്ഞു ഡിസ്കൗണ്ട് ആണെന്നും. പിന്നീട് എന്താണ് ചെയ്യേണ്ടത്? മാർക്കറ്റ് പ്രീമിയത്തിലേക്ക് വരാനായി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഓർഡേഴ്സ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു തരാം. ഓർഡർ എങ്ങനെയാണ് നമുക്ക് നമുക്ക് എങ്ങനെയാണ് ട്രേഡിലോട്ട് നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലായി. നമ്മൾ പ്രീമിയത്തിലോട്ട് വന്നു. അപ്പോൾ മാർക്കറ്റ് നമുക്കൊരു ഓർഡർ പ്ലേസ് ചെയ്യണം. അവിടെയാണ് നമ്മൾ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്ന സാധനം വരുന്നത്. ഓർഡർ ബ്ലോക്ക് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാം. മാർക്കറ്റ് നല്ലൊരു സെൽ ഓഫാണ് തന്നേക്കുന്നത്. എന്തൊരു അഗ്രസീവായിട്ടുള്ളതാണെന്ന് നോക്കിയാൽ മനസ്സിലാക്കാം. ഒരു പച്ച ക്യാൻഡിൽ പോലുമില്ല, ഒരു ബൈ ക്യാൻഡിൽ പോലുമില്ല, അത്രയ്ക്ക് സെൽ ഓഫാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ 50 മിനിറ്റിന് മുകളിലുള്ള ഓർഡർ ബ്ലോക്കല്ല അടയാളപ്പെടുത്തുക എന്ന് മാത്രം. ഇതൊരു ഓർഡർ ബ്ലോക്കാണ്. ഓക്കെ, ഇതൊരു ഓർഡർ ബ്ലോക്കാണ്. ഈ ഒരു ഓർഡർ ബ്ലോക്ക് മനസ്സിലാക്കി. ഓർഡർ ബ്ലോക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ സെല്ല് ചെയ്യുന്നതിന് മുമ്പുള്ള ബൈ ക്യാൻഡിലാണ് നമ്മൾ ഓർഡർ ബ്ലോക്കായി തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, ഇതൊരു ഓർഡർ ബ്ലോക്ക് അല്ലേ. സെല്ല് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഗ്രീൻ ക്യാൻഡിൽ, ബൈ ക്യാൻഡിൽ. ബൈ ചെയ്തിട്ടാണ് മാർക്കറ്റിലേക്ക് സെല്ല് ചെയ്യുക. ഓക്കെ,
അതിനെപ്പറ്റി നിങ്ങൾക്ക് വിശദമായിട്ട് ഓർഡർ ബ്ലോക്കിനെ പറ്റി വിശദമായിട്ട് വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇത് മാക്സിമം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക ബൈ ചെയ്യുന്ന മുമ്പ്. ഇതൊരു ഓർഡർ ബ്ലോക്കാണ്. അപ്പം ഈ ഒരു ഓർഡർ ബ്ലോക്ക് നമുക്ക് നോക്കിയാൽ മനസ്സിലാകും, ഓർഡർ ബ്ലോക്ക് മിറ്റിഗേറ്റഡ് ആണ്. അതായത് ഈ ഓർഡർ ബ്ലോക്കിൽ വന്ന് പ്രൈസ് ഓൾറെഡി ടച്ച് ചെയ്തിട്ടുണ്ട്. ടച്ച് ചെയ്തത് മനസ്സിലാക്കുക, ആ ഓർഡർ ബ്ലോക്ക് വാലിഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് അല്ല എന്ന്. അപ്പോൾ നമ്മൾ ഈ ഓർഡർ ബ്ലോക്ക് വേണ്ട. ഈ ഒരു ഓർഡർ ബ്ലോക്ക് നമുക്ക് കൊണ്ട് യാതൊരു ഉപകാരമില്ല. കാരണം വെച്ചാൽ ഓൾറെഡി മിറ്റിഗേറ്റഡ് ആണ്. ആ ഓർഡർ ബ്ലോക്കിൽ വന്ന് പ്രൈസ് ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓർഡർ ബ്ലോക്ക് നമുക്ക് ആവശ്യമില്ല എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്ത് കളയുക. പിന്നെ വരുന്ന ഓർഡർ ബ്ലോക്ക് ഏതാണ്? ഈ ഒരു ബൈ ടു സെൽ ക്യാൻഡിലാണ്. അതായത് ഈ ഒരു ഓർഡർ ബ്ലോക്ക് നോക്കിയേ. ഈ ഒരു ഓർഡർ ബ്ലോക്ക് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. ഈ ഒരു ഓർഡർ ബ്ലോക്ക് വന്ന ശേഷമാണ് അഗ്രസീവായിട്ട് സെല്ല് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ബ്ലോക്ക് ഇങ്ങനെ അടയാളപ്പെടുത്തി നിങ്ങൾക്ക് അറിഞ്ഞൂടാ. നിങ്ങൾക്ക് ഈ ഒരു ഓർഡർ ബ്ലോക്കോ വരച്ച് വെക്കുക. അപ്പോൾ നിങ്ങൾ ഓർഡർ ബ്ലോക്കിലേക്ക് വരുന്ന പ്രൈസ് വരികയാണ്. പ്രൈസ് വന്ന് നിങ്ങൾ ഓർഡർ ബ്ലോക്കിൽ ടച്ച് ചെയ്തു. അപ്പം ഇവിടെ നോക്കിയാൽ മനസ്സിലാക്കാം, പ്രൈസ് ഇവിടെ വന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ അവിടെ ഓർഡർ എടുക്കാമെന്ന് വെച്ചാൽ, നമുക്കൊരു കൺഫർമേഷൻ ഇല്ലാതെ നമ്മൾ ഓർഡർ എടുക്കാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ ഇവിടെ ടച്ച് ചെയ്ത് തന്നു. ടച്ച് ചെയ്ത ശേഷം ഞാൻ അവിടെ തന്നെ ഒരു ഓർഡർ എടുത്താൽ എന്ത് സംഭവിക്കും? ഓക്കെ, ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഇവിടെ നമുക്ക് യാതൊരു ഉറപ്പുമില്ല. ഇവിടെ പ്രൈസ് ഇവിടെ നിന്ന് ഇത്രയും ബുള്ളിഷായിട്ട് വരുന്ന പ്രൈസ് ഇവിടുന്ന് മാർക്കറ്റ് ബുള്ളിഷാണ്. ഓക്കെ, മാർക്കറ്റിനെ ബൈ ചെയ്ത് മുകളിലിട്ട് വരുവാണ്. അപ്പം ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ പ്രൈസ് വന്നിട്ട് പ്രൈസ് താഴോട്ട് പോകുമെന്ന് യാതൊരു ഉറപ്പുമില്ല. അതിനു വേണ്ടി നമുക്കൊരു കൺഫർമേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് ലോവർ ടൈം കൺഫർമേഷൻ എന്ന സാധനം വരുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ലോവർ ടൈം കൺഫർമേഷൻ എങ്ങനെയാണ് അടയാളപ്പെടുത്തി തരുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ പുതിയൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ കണ്ടു മാർക്കറ്റ് ബെയറിഷാണ്. തിരിച്ചിങ്ങോട്ട് കുറച്ച് റീസെൻ്റ് ആയിട്ടുള്ള ഒരു സിനാരിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. റീസെൻ്റ് ആയിട്ടുള്ള നടന്ന കാര്യം മനസ്സിലാക്കിയാലേ നമുക്ക് അതുകൊണ്ട് അർത്ഥമുള്ളൂ. പണ്ടെന്തോ നടന്ന കാര്യം നിങ്ങൾക്ക് കാണിച്ചത് യാതൊരു കാര്യമില്ലല്ലോ. അപ്പോൾ റീസെൻ്റ് ആയിട്ടൊരു ബെയറിഷ് മാർക്കറ്റിൻ്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമുക്ക് ഏതാണ്? ഓക്കെ, ബെയറിഷ് ഇത് ബെയറിഷ് ആണോ? ഓക്കെ, മാർക്കറ്റ് റീസെൻ്റ് ആയിട്ട് ബെയറിഷാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ തൊട്ട് കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി, മാർക്കറ്റ് ലോ ബ്രേക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നേരത്തെ വീഡിയോ കാണിച്ചു തന്നെ എന്താണ് പറഞ്ഞത്? ഇവിടെ നമുക്ക് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിക്കഴിഞ്ഞു. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഹൈയും ലോയും മാർക്ക് ചെയ്യുക. ഈ മാർക്കറ്റാണ് ഹൈ, ഈ ഒരു ലോയാണ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാനായി പോകുന്ന ലോ. ഓക്കെ, അപ്പം ഈ ഒരു ലോ കിട്ടി, ഹൈയും കിട്ടി. ഈ മാർക്കറ്റ് നമ്മൾ ലോയും ഹൈയും കിട്ടിയാൽ മാത്രമേ ട്രേഡിംഗ് റേഞ്ച് ആകത്തുള്ളൂ. അതായത് മാർക്കറ്റ് ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു. അതിനുശേഷം മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് പോയ ശേഷം മാത്രമേ നമുക്ക് ലോയും ഹൈയും കിട്ടത്തുള്ളൂ. ഓക്കെ, അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഗ്യാൻ ബോക്സ് എടുത്ത ശേഷം ഈ ഒരു ലോ, ഇതാണ് ലോ. ഓക്കെ, ഈ ഒരു ഹൈ വിക്ക് വേണമെങ്കിൽ കൂട്ടാം. ഞാൻ വിക്കും കൂടെ കൂട്ടി വയ്ക്കുന്നുണ്ട്. ഓക്കെ, വിക്കും കൂട്ടി വയ്ക്കാം. ഓക്കെ, ഈ ഒരു ഹൈ. അപ്പം ഞാൻ പിന്നെ രണ്ടാമത് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് മാർക്കറ്റിന് 50%, ഈ ഒരു 50% പ്രീമിയം എന്ന് പറയുന്ന സെഗ്മെൻ്റാണ്. അതേപോലെ ഈ ഒരു 50% എന്താണ്? ഡിസ്കൗണ്ട്. ഇപ്പോൾ മാർക്കറ്റ് ബെയറിഷാണ്. അപ്പോൾ നമ്മൾ പ്രീമിയത്തിൽ നിന്ന് മാത്രമേ മാർക്കറ്റ് സെല്ല് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മാർക്കറ്റ് പ്രീമിയത്തിൽ വരാനായി വെയിറ്റ് ചെയ്യുക. അതിനു മുമ്പ് ചെയ്യേണ്ടത് നമ്മൾ ഓർഡർ ബ്ലോക്ക് വരയ്ക്കുക. ഓർഡർ ബ്ലോക്ക് ഏതാണ്? ബൈ ക്യാൻഡിൽ, സെല്ലിന് മുമ്പുള്ള ബൈ ക്യാൻഡിൽ. അപ്പോൾ നമുക്ക് എത്രയും ഇവിടെ ഒരു ഫസ്റ്റ് ഈ ഒരു ഓർഡർ ബ്ലോക്ക് നോക്കാം. ഇവിടെ നോക്കിയാൽ മനസ്സിലാകും. ഇവിടെ കുറച്ച് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ വലിയൊരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. പക്ഷേ ഇത് ഓൾറെഡി മിറ്റിഗേറ്റഡ് ആണ്. ഇവിടെ കാണാൻ മനസ്സിലാകും ഈ ഓർഡർ ബ്ലോക്കിൽ വന്ന് പ്രൈസ് ടാപ്പ് ചെയ്തിട്ടുണ്ട്. ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് വീണ്ടും ആ ഓർഡർ ബ്ലോക്കിൽ നിന്ന് ടാപ്പ് ചെയ്യാൻ യാതൊരു ചാൻസും ഇല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്?
പ്രൈസ് എങ്ങനെയാണ് ടാപ്പ് ചെയ്യേണ്ടത്, ടാപ്പ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഈ ഓർഡർ ബ്ലോക്ക് വന്ന് ടാപ്പ് ചെയ്യുന്നത് എന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓർഡർ ബ്ലോക്ക് നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് അല്ല. അപ്പം അടുത്തൊരു ഓർഡർ ബ്ലോക്ക് നോക്കാം. ഈ ഒരു നോക്കിയേ, ഈ ഒരു ബൈ ടു സെൽ ക്യാൻഡിൽ നോക്കിയേ, ഇത് വന്ന് ഓർഡർ ബ്രേക്ക് ഇത് ചെയ്തിട്ടില്ല, ടാപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് നോക്കാൻ സാധിക്കും ഈ ഒരു പ്രീമിയത്തിലുള്ള ഓർഡർ ബ്ലോക്ക്, 2 ഓർഡർ ബ്ലോക്ക് നമുക്കുള്ളൂ. ഈ ഒരു ഓർഡർ ബ്ലോക്ക്, ഈ ഒരു ഓർഡർ ബ്ലോക്ക് നമ്മൾ അടയാളപ്പെടുത്തിയപ്പോൾ ഓൾറെഡി മിറ്റിഗേറ്റഡ് ആണ്. പിന്നീട് ഈ ഒരു ഓർഡർ ബ്ലോക്ക് നോക്കിയപ്പം പ്രൈസ് വന്ന് മിറ്റിഗേറ്റഡ് ഒന്നുമല്ല. ഇത് നോക്കി വേറൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു ബൈ ടു സെൽ ക്യാൻഡിൽ നിന്ന് അഗ്രസീവായിട്ടുള്ള സെല്ലിങ്ങാണ് തരുന്നത് മാർക്കറ്റ്. ഓക്കെ, ഇങ്ങനെ അഗ്രസീവായിട്ടുള്ള സെല്ലിങ്ങിൽ നിന്ന് മാർക്കറ്റ് വീണ്ടും മിറ്റിഗേറ്റായിട്ട് വരാൻ സാധ്യത എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ ഒരു 10,000 ഓർഡേഴ്സ് ബാങ്ക് 10,000 ഓർഡേഴ്സ് മാർക്കറ്റിലേക്ക് ബിഗ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെല്ല് ചെയ്യുകയാണ്. ഓർഡർ ചെയ്യുകയാണെങ്കിൽ 10,000 ഓർഡേഴ്സ് ഇവർക്ക് ഫസ്റ്റ് തന്നെ കിട്ടണമെന്നില്ല, പെൻഡിങ് ഓർഡേഴ്സ് കാണും. വീണ്ടും ഇവിടെ ഒരു 10,000 ആണെങ്കിൽ ഇവിടെ ഒരു 5,000. ഓക്കെ, ഇവിടെ ഒരു 5,000 ഓർഡേഴ്സ് ബാക്കി കിടപ്പുണ്ട്, 5,000 ഓർഡേഴ്സ് പെൻഡിങ് കിടപ്പുണ്ട്. ഈ 5,000 ഓർഡേഴ്സ് എടുക്കാനായിട്ട് മാർക്കറ്റ് തിരിച്ചും മുകളിലേക്ക് വരും. ഓക്കെ, മുകളിലേക്ക് വന്ന് ഈ 5,000 ഓർഡേഴ്സ് ടാപ്പ് ചെയ്ത് തിരിച്ച് മാർക്കറ്റ് ഡയറക്ഷനിലേക്ക് പോകും. അതിനെയാണ് നമ്മൾ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. ആ ഓർഡർ ബ്ലോക്കിൽ നിന്ന് മാത്രമാണ് മാർക്കറ്റിൽ നമ്മൾ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അതാണ് ഇതിൽ സ്മാർട്ട് മണി കോൺസെപ്റ്റിലെ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഈ ഓർഡർ ബ്ലോക്ക് മിറ്റിഗേറ്റഡ് ആക്കാൻ വേണ്ടി മാർക്കറ്റ് വീണ്ടും വരും. അങ്ങനെ നിങ്ങൾ ഓർഡർ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ വരച്ചു, നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങൾ വരച്ച ഓർഡർ ബ്ലോക്കിൽ വന്ന് പ്രൈസ് ടാപ്പ് ചെയ്ത് വന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് യാതൊരു ഉറപ്പുമില്ല. പ്രൈസ് അധികം വന്ന് ടാപ്പ് ചെയ്ത ശേഷം മാർക്കറ്റ് താഴേക്ക് പോകുമെന്ന് യാതൊരു നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ മാർക്കറ്റ് താഴേക്ക് പോവില്ലോ എന്നൊക്കെ? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ ഒരു ലോയാണ് കേട്ടോ നമ്മളുടെ. അപ്പം ഈ ഒരു ലോയും ഹൈ നമ്മൾ വരച്ചു. അപ്പോൾ നമ്മൾ മാർക്കറ്റ് പ്രൈസ് പ്രീമിയത്തിലോട്ട് വന്നു. നമ്മൾ മാർക്കറ്റ് ഇവിടെ വന്ന് മാർക്കറ്റ് ടാപ്പ് ചെയ്തു. നമ്മൾ ഓർഡർ ബ്ലോക്കിൽ പ്രൈസും ടാപ്പ് ചെയ്തു. ഇനി നമുക്ക് കൺഫർമേഷൻ വേണം. അതിനാണ് നമ്മൾ ലോവർ ടൈം കൺഫർമേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് നേരെ 50 മിനിറ്റിൽ നിന്ന് 1 മിനിറ്റിലേക്ക് മാർക്കറ്റിനെ ഷിഫ്റ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ചാർട്ടിലേക്ക് പോവുക. നമ്മുടെ അടയാളപ്പെടുത്തിയ ചാർട്ട് ഏതാണോ അവിടേക്ക് പോവുക. ഓക്കെ, നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മൾ ഇവിടെയാണ് അടയാളപ്പെടുത്തിയത്. പ്രൈസ് ഇവിടെ വന്ന് ടാപ്പ് ചെയ്തു. ഇത് 1 മിനിറ്റിൻ്റെ സ്ട്രക്ചറാണ്. ഓക്കെ, 1 മിനിറ്റ് നമുക്ക് കാണാൻ സാധിക്കും പ്രൈസ് ഫസ്റ്റ് ഇവിടെ വന്ന് ടാപ്പ് ചെയ്തു. ഇവിടെ വന്ന് ടാപ്പ് ചെയ്ത ശേഷം പ്രൈസ് താഴേക്ക് പോകുന്നുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? അതിന് നമ്മൾ ലോവർ ടൈം കൺഫർമേഷൻ എന്ന് പറയുന്നത് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇവിടം വരെ പ്രൈസ് ബുള്ളിഷാണ്. ഈ ഒരു ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നു, ഒരു ഹയർ ഹൈ ഉണ്ടാക്കി, വീണ്ടും മാർക്കറ്റ് എങ്ങനെയാണ് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുന്നു, വീണ്ടും ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഹൈ പുതിയൊരു ഹൈ ഉണ്ടാക്കിയെങ്കിൽ ഈ ഒരു ലോ അല്ലേ മാക്സിമം ചെറിയ ലോ. ഈ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ബെയറിഷായി എന്നാണ് അർത്ഥം. ഈ ലോ ബ്രേക്ക് ചെയ്തു. ഈ ലോ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യാനായിട്ട് റീസെൻ്റ് ആയിട്ടുള്ള ലോ ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. മാർക്കറ്റ് സ്ട്രക്ചർ എങ്ങനെ നമ്മൾ 50 മിനിറ്റിൽ അടയാളപ്പെടുത്തിയത്? ഹൈയും ലോയും അടയാളപ്പെടുത്തത്തില്ലേ? അതേപോലെ തന്നെയാണ് ലോവർ ടൈം ഫ്രെയിമിലും നടക്കുന്ന കാര്യം. ഓക്കെ, ഹയർ ടൈം ഫ്രെയിമിൽ ലോവർ ടൈം ഫ്രെയിമിൽ നടക്കുന്ന കാര്യമാണ് ഹയർ ടൈം ഫ്രെയിമിൽ സംഭവിക്കുക. അപ്പോൾ നമ്മൾ ലോവർ ടൈം ഫ്രെയിമിൽ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ മാർക്കറ്റ് വന്ന് മിറ്റിഗേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി, അതായത് മാർക്കറ്റ് ഷിഫ്റ്റ് കിട്ടി. മാർക്കറ്റ് ഷിഫ്റ്റ് എന്ന് പറയും, അതായത് നമ്മൾ MS എന്ന് ഷോർട്ട് ഫോമിൽ പറയും. മാർക്കറ്റ് ഷിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്നുകിൽ നമുക്ക് ഓർഡേഴ്സ് എടുക്കാനായിട്ട്, നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് 2 കാര്യങ്ങൾ യൂസ് ചെയ്യാം. ഒന്നുകിൽ നമ്മൾ 1 മിനിറ്റിൽ തന്നെ ഓർഡേഴ്സ്
പ്ലേസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് 5 മിനിറ്റിൽ പ്ലേസ് ചെയ്യാൻ പറ്റും. ഞാൻ 5 മിനിറ്റിലേക്ക് നീ ചെയ്യാൻ പോകുന്നത് എനിക്ക് മനസ്സിലാക്കി. മാർക്കറ്റ് ഷിഫ്റ്റ് കിട്ടി, മാർക്കറ്റ് നീ താഴേക്ക് പോകുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ നിങ്ങൾക്ക് 1 മിനിറ്റിൽ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ 1 മിനിറ്റിൽ തന്നെ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. 1 മിനിറ്റ് നമുക്ക് ഇവിടെയാണ് നമ്മൾ പ്രൈസ് ടാപ്പ് ചെയ്തത്. അപ്പം ഇവിടെ നോക്കിയാൽ മനസ്സിലാകും ബൈ ടു സെൽ കാൻഡിൽ. ഈ ഇത്രയും വലിയ ഓർഡർ ബ്ലോക്കാണ് നമുക്ക് 1 മിനിറ്റിൽ വരുന്നത്. ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ഓർഡർ ബ്ലോക്കിന് 50%, ഈ ഓർഡർ ബ്ലോക്കിന് 50% എങ്ങനെ ആക്കുന്നത്? ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്ത ശേഷം സെറ്റിങ്സിൽ പോവുക, അതിനകത്ത് സ്റ്റൈലിൽ പോയ ശേഷം മിഡിൽ ലൈൻ എന്ന ഓപ്ഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓർഡർ ബ്ലോക്കിൻ്റെ 50% ആകും. ഈ ഒരു ഓർഡർ ബ്ലോക്കിന് 50% നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പെൻഡിങ് ഓർഡർ സെറ്റ് ചെയ്യാം. പെൻഡിങ് ഓർഡർ സെറ്റ് ചെയ്തു, അടുത്ത് ഈ ഓർഡർ ബ്ലോക്കിൻ്റെ ഹൈ വരെ വേണമെങ്കിൽ സേഫായിട്ട് വേണമെങ്കിൽ ഓർഡർ ബ്ലോക്കിൻ്റെ ഹൈ വരെ കൊടുക്കുക, സ്റ്റോപ്പ് ലോസ്. അതിനുശേഷം നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന ഹൈ ഏതാണ്? ഈ മാർക്കറ്റ് ലോ ബ്രേക്ക് ചെയ്തല്ലേ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ലോ നമുക്ക് ടാർഗറ്റായിട്ട് വയ്ക്കാം. നിങ്ങൾ നോക്കിയേ, റിസ്ക് റിവാർഡ് റേഷ്യോ നോക്കിയേ, 6.3 ആണ്. നമ്മൾ 6.3 റിസ്ക് റിവാർഡ് റേഷ്യോ നമുക്ക് കിട്ടുന്നത്. നോക്കിയേ, എത്ര ചെറിയ സ്റ്റോപ്പ് ലോസിൽ നമുക്ക് എത്രയും വലിയ റിവാർഡാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലായി, നമ്മൾ ടാർഗറ്റ് അടിച്ചോ, ടാർഗറ്റ് അടിച്ച് വീണ്ടും മാർക്കറ്റ് ഇത്തരത്തിൽ പോകുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ടാർഗറ്റ് അടിച്ചില്ലേ, നമ്മൾ വന്ന് ഓർഡർ ബ്ലോക്കിൽ വീണ്ടും പ്രൈസ് ടാപ്പ് ചെയ്തു, വീണ്ടും നമ്മുടെ ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് പോയി. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ചെയ്ത് പഠിക്കുക. നിങ്ങൾ ഇത്തരത്തിൽ മാർക്ക് ചെയ്തു, വീണ്ടും നമുക്ക് നോക്കിയാൽ മനസ്സിലാകും ഈ ഒരു ലോയിലെ മാർക്കറ്റ് വീണ്ടും ബ്രേക്ക് ചെയ്തത്. ഈ ലോ ബ്രേക്ക് ചെയ്തു. നീ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ വീണ്ടും നമ്മൾ ഗ്യാൻ ബോക്സ് എടുക്കുന്നു. ഈ ഒരു ഹൈയും ഈ ഒരു ലോ മാർക്കറ്റ് നോക്കിയാൽ മനസ്സിലാകും. ഈ ഒരു ലോയാണ് മാർക്കറ്റ് ലാസ്റ്റ് ചെയ്യുന്ന ലോ. അപ്പോൾ ഇത് നിങ്ങൾ ചിന്തിക്കും, ഇപ്പം മാർക്കറ്റ് എനിക്ക് വന്ന് സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ എന്ത് സംഭവിക്കും? സ്റ്റോപ്പ് ലോസ് തീർച്ചയായിട്ടും അടിക്കും. ട്രേഡിങ്ങിൽ ലാഭം ഉണ്ടാകും, നഷ്ടം ഉണ്ടാകും. നിങ്ങൾ അത് ഫേസ് ചെയ്യാൻ വേണമെങ്കിൽ മാത്രമേ നിങ്ങൾ ട്രേഡ് ചെയ്താൽ മതി, അല്ല ട്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ട്രേഡിങ്ങിൽ ലാഭമുണ്ട്, നഷ്ടമുണ്ട്. എനിക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കുമെന്ന് യാതൊരു അടിക്കാതിരിക്കത്തിൽ നിന്ന് ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചാൽ സ്റ്റോപ്പ് ലോസ് അടിക്കത്തില്ല എന്ന് പറയാൻ എനിക്ക് യാതൊരു അവകാശമില്ല. തീർച്ചയായിട്ടും സ്റ്റോപ്പ് ലോസ് അടിക്കും. ട്രേഡിങ്ങിൽ സ്റ്റോപ്പ് ലോസ് അടിക്കുക തന്നെ ചെയ്യും. നമ്മൾ ചെയ്യേണ്ടത് നമ്മളൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുക എന്ന് മാത്രമാണ്. ഓക്കെ, ഞാൻ ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്താണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. അതാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഓർഡർ ബ്ലോക്ക് നോക്കിയാൽ മനസ്സിലാകും. ഈ ഓർഡർ ബ്ലോക്കിൽ വന്ന് പ്രൈസ് ടാപ്പ് ചെയ്തു. ആകെ ഒരു ഓർഡർ ബ്ലോക്ക് മാത്രമേ ഉള്ളൂ. നിങ്ങൾ വെയിറ്റ് ചെയ്യുക. പ്രൈസ് പ്രീമിയത്തിൽ വന്നു. ഓക്കെ, നമ്മളെന്താണ് മുഴുഫാത്തി പറയുക? പ്രീമിയം ഡിസ്കൗണ്ട്. പ്രൈസ് പ്രീമിയത്തിൽ വന്നു, ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്തു. ഇവിടെ ഓർഡർ ബ്ലോക്കാണ്. ഈ ഓർഡർ ബ്ലോക്കിൽ പ്രൈസ് ടാപ്പ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് നീ എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? കൺഫർമേഷൻ വേണം. കൺഫർമേഷൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ലോവർ ടൈമിലേക്ക് പോവുക. ലോവർ ടൈം ഏതാണ്? നമ്മുടെ 1 മിനിറ്റിലേക്ക് പോവുക. 1 മിനിറ്റ് പ്രൈസ് പോയ ശേഷം ഓക്കെ, ഞാൻ കാണിച്ചു തരാം. 1 മിനിറ്റ് ഇവിടെ പ്രൈസ് ടാപ്പ് ചെയ്ത് ഓർഡർ ബ്ലോക്കിൽ നമുക്ക് എന്താണ് വേണ്ടത്? ഇവിടെ നോക്കിയാൽ മനസ്സിലാകും 1 മിനിറ്റിലും പ്രൈസ് ബുള്ളിഷാണ്. ഹയർ ഹൈ ഉണ്ടാക്കി, പുതിയ ഹൈ ഉണ്ടാക്കി പോകുന്നു. ഈ പുതിയ ഹൈ ഉണ്ടാക്കി. ഇതാണ് നമ്മുടെ ഹൈ, ഇതാണ് നമ്മുടെ ബ്രേക്ക് ചെയ്യാനുള്ള ലോ. ഈ ഒരു ലോ നോക്കാം. ഈ ഒരു ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, നമ്മൾ 1 മിനിറ്റിൽ വേണമെങ്കിൽ ഓർഡർ ബ്ലോക്ക് സെറ്റ് ചെയ്ത് ഓർഡർ ബ്ലോക്ക് കണ്ടുപിടിച്ച് ഓർഡർ ബ്ലോക്ക് ചെയ്യാം. ഞാൻ 5 മിനിറ്റിലാണ് ഓർഡർ ബ്ലോക്ക് ചെയ്ത് 5 മിനിറ്റിലോ അല്ലെങ്കിൽ 3 മിനിറ്റിലോ ആണ് ഞാൻ ഓർഡർ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടെ നമ്മൾ ടൈം ഫ്രെയിം കുറച്ചുകൂടി ഇതായിട്ട് നമ്മൾ ഓർഡർ ബ്ലോക്കിൽ വന്ന് ടാപ്പ് ചെയ്യാനുള്ള ചാൻസ് വളരെ അധികമാണ് കേട്ടോ. അതുകൊണ്ടുമാണ് ഞാൻ 3 മിനിറ്റോ അല്ലെങ്കിൽ 5 മിനിറ്റോ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 3 മിനിറ്റിൽ 5 മിനിറ്റ് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഇതാണ് അവസാനം വന്ന ബൈ ടു സെൽ ക്യാൻഡിൽ. ഈ ഒരു ക്യാൻഡിൽ ഓർഡർ ബ്ലോക്ക് വരച്ചു. ഈ ഒരു ഓർഡർ ബ്ലോക്ക് വരച്ച ശേഷം ഞാൻ എന്ത് ചെയ്തു? ഞാൻ വെയിറ്റ് ചെയ്യുക.
നമുക്ക് ട്രേഡിങ്ങിൽ വേണ്ടത് പേഷ്യൻസ് ആണ്. ട്രേഡിങ് ഞാൻ ചെയ്തു, ഓർഡർ ബ്ലോക്ക് വെയിറ്റ് ചെയ്തു, ഓർഡർ ബ്ലോക്ക് വലിച്ചിട്ടു. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പെൻഡിങ് ഓർഡർ സെറ്റ് ചെയ്ത് വെക്കുക. പെൻഡിങ് ഓർഡർ സെറ്റ് ചെയ്യാൻ ഏതാ, നമുക്ക് 50 മിനിറ്റിൽ വെക്കാം, വേണമെങ്കിൽ ക്യാൻഡിൽ ഓപ്പണിൽ വെക്കാം. ഞാൻ ഓപ്പണിൽ വെക്കുകയാണ്. ഓക്കെ, മാക്സിമം നമ്മൾ സ്റ്റോപ്പ് ലോസ് ഏതാണ്, സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഇതിൻ്റെ ഒരു നമുക്ക് ഈ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ ഹൈ വരെ കൊടുക്കാം. കുറച്ച് ചെറിയൊരു ബ്രീത്തിങ് സ്പേസ് കൂടെ കൊടുക്കാം. എന്നുവെച്ചാൽ നമുക്ക് ടാർഗറ്റ് ഏതാണ്, ഈ ഒരു ലോ മാർക്കറ്റ് എന്തായാലും ബ്രേക്ക് ചെയ്യുമല്ലോ. അപ്പം ഈ ഒരു ലോയിൽ നമ്മൾ വെച്ചു, ഈ ഒരു ലോ ബ്രേക്ക്. അപ്പോൾ നമ്മൾ വന്ന് നോക്കി മനസ്സിലാകും, മാർക്കറ്റ് ഇവിടെ വന്ന് നമ്മൾ ഓർഡർ ബ്ലോക്ക് പ്രൈസ് ചെയ്തു, നമുക്ക് ലോ ടൈമിൽ കൺഫർമേഷൻ കിട്ടി ശേഷം മാർക്കറ്റ് താഴേക്ക് പോകുന്നു. തിരിച്ചെന്താണ് മാർക്കറ്റ്, ഇവിടെ നമുക്കറിയാം മാർക്കറ്റിൽ ബിഗ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഓർഡർ പെൻഡിങ് കിടപ്പുണ്ട്. ഇവിടെ ഒരു 10,000 ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുവാണെങ്കിൽ 10,000 ഓർഡേഴ്സ് ഇവർക്ക് കിട്ടണമെന്നില്ല, ഒരു 5,000 ഓർഡേഴ്സ് അവിടെ പെൻഡിങ് ആയിട്ട് കിടക്കും. അപ്പോൾ ഈ പെൻഡിങ് ആയിട്ട് കിടക്കുന്ന ഓർഡേഴ്സ് എടുക്കാൻ വേണ്ടി മാർക്കറ്റ് തിരിച്ചവിടെ മുകളിലേക്ക് കൊണ്ടുവരും. അങ്ങനെയാകുമ്പോൾ നമുക്കവിടെ നമ്മൾ എൻട്രി എടുക്കുന്നു. ശേഷം എന്താണ്, മാർക്കറ്റിനെ അവർ താഴേക്ക് കൊണ്ടുപോകുന്നു. നമ്മുടെ ഓർഡർ പ്ലേസായി തിരിച്ച് മാർക്കറ്റ്. ഓക്കെ, നിങ്ങൾ നോക്കിയേ, ടാർഗറ്റ് അടിച്ചോ, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും ടാർഗറ്റ് നമ്മൾ അടിച്ചു. ഇത്തരത്തിൽ നിങ്ങൾ അടയാളപ്പെടുത്തി പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറഞ്ഞു തരാം. നിങ്ങൾ ചെയ്യേണ്ടത് മാർക്കറ്റ് ബുള്ളിഷാണ് ബെയറിഷാണ് നോക്കുക. ഇതിപ്പോൾ ഞാൻ ബെയറിഷിൻ്റെ എക്സാമ്പിളാണ് പറഞ്ഞത്, ബുള്ളിഷ് എക്സാമ്പിൾ ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞു തരാം. ഇപ്പോൾ ഈ വീഡിയോ തന്നെ വളരെ ലെങ്തി ആയിട്ടുണ്ട്. അപ്പം ബെയറിഷ് മാർക്കറ്റ് മനസ്സിലാക്കി. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഗ്യാൻ ബോക്സ് എടുക്കുക, നിങ്ങൾ ബെയറിഷ് മാർക്കറ്റിൻ്റെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഏർപ്പെടുത്തി. ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയ ശേഷം മാർക്കറ്റിൻ്റെ ഹൈയും ലോയും 50 മിനിറ്റിൽ ഹൈയും ലോയും മാർക്ക് ചെയ്യുക. ഇതാണ് മാർക്കറ്റ് തന്നെ റീസെൻ്റ് ആയിട്ടുള്ള ഏറ്റവും വലിയ ഹൈ, ഇതാണ് മാർക്കറ്റ് തന്നെ ലോ. മാർക്കറ്റ് പുൾ ബാക്ക് തരുന്നതിന് മുമ്പ് ലോ. അപ്പം ഈ ലോയും ഹൈയും മാർക്ക് ചെയ്ത ശേഷം ഗ്യാൻ ബോക്സ് എടുത്ത ശേഷം 50% ആക്കുക, ട്രേഡിംഗ് റേഞ്ച് വരയ്ക്കുക. അപ്പോൾ നമുക്ക് ട്രേഡിംഗ് റേഞ്ച് കിട്ടി. അപ്പം ട്രേഡിംഗ് റേഞ്ച് കിട്ടിയ ശേഷം നമ്മൾ പറഞ്ഞു പ്രീമിയം ഡിസ്കൗണ്ട് കോൺസെപ്റ്റ്. 15% മുകളിലത്തെ ഭാഗത്ത് നമ്മൾ പ്രീമിയം എന്ന് പറഞ്ഞു, താഴത്തെ ഭാഗത്ത് നമ്മൾ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു. ഡിസ്കൗണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്, നമ്മൾ എന്തെങ്കിലും സാധനം വിൽക്കാനുണ്ടെങ്കിൽ നമ്മൾ പ്രീമിയം പ്രൈസിൽ മാത്രമേ നമ്മൾ വിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ, വിൽക്കാനായിട്ട് നോക്കത്തുള്ളൂ. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ആശയം. നമുക്ക് എന്തെങ്കിലും സാധനം വാങ്ങാനുണ്ടെങ്കിൽ നമ്മൾ ഡിസ്കൗണ്ടായിട്ടേ വാങ്ങിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമുക്കിങ്ങനെ വിൽക്കാനുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പ്രീമിയത്തിൽ വന്ന ശേഷം മാത്രമേ പ്രൈസിനെ നമ്മൾ വിൽക്കത്തുള്ളൂ, ഡിസ്കൗണ്ട് വന്ന ശേഷം മാത്രമേ നമ്മൾ വാങ്ങിക്കത്തുള്ളൂ. ഇവിടെ എന്തായാലും മാർക്കറ്റ് ബെയറിഷാണ് നമുക്കറിയാം, അതുകൊണ്ട് നമ്മൾ വിൽക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ, വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അതിനുശേഷം പ്രീമിയത്തിലുള്ള ഓർഡർ ബ്ലോക്ക് സെലക്ട് ചെയ്യുക. ഓർഡർ ബ്ലോക്ക് ചെയ്ത് നമ്മളോട് അടയാളപ്പെടുത്തി. ഇവിടെ നമ്മളൊരു ഓർഡർ ബ്ലോക്ക് കണ്ടുപിടിച്ച് നോക്കുക. ഓർഡർ ബ്ലോക്ക് വരച്ച് വയ്ക്കുക. അപ്പോൾ ഓർഡർ ബ്ലോക്ക് വരച്ച് വെച്ച ശേഷം പ്രൈസ് അതിൽ വന്ന് മിറ്റിഗേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. മിറ്റിഗേറ്റ് എന്ന് വെച്ചാൽ പ്രൈസ് വന്ന് ടാപ്പ് ചെയ്യുന്നോ എന്ന് നോക്കുക. ഇതുവരെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ പ്രൈസ് ഇവിടെ വന്ന് ടാപ്പ് ചെയ്ത് വയ്ക്കുക. ടാപ്പ് ചെയ്താൽ എങ്ങനെ പ്രൈസ് താഴേക്ക് പോകുമെന്ന് നമുക്ക് യാതൊരു ഉത്തരവാദിത്തമില്ല. കാരണം എന്ന് വെച്ചാൽ പ്രൈസ് ഇതുവരെ ബുള്ളിഷായിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ലോവർ ടൈം കൺഫർമേഷൻ വേണം. ലോവർ ടൈം കൺഫർമേഷനായിട്ട് നമ്മൾ 1 മിനിറ്റ് ചാർട്ടിലേക്ക് പോവുക. 1 മിനിറ്റിലും ഇത്തരത്തിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയെന്ന് നോക്കുക. അതിനുശേഷം നമ്മളൊരു പെൻഡിങ് ഓർഡർ, അവരുടെ ഓർഡർ ബ്ലോക്ക് 1 മിനിറ്റിൽ അല്ലെങ്കിൽ 5 മിനിറ്റിൽ ഒരു ഓർഡർ ബ്ലോക്ക് കണ്ടുപിടിച്ച്, 5 മിനിറ്റിലായിരിക്കും കുറച്ചുകൂടി നല്ലത്. 5 മിനിറ്റ് റീസെൻ്റായിട്ട് ഓർഡർ ബ്ലോക്ക് സെലക്ട് ചെയ്ത ശേഷം അവിടെ ഒരു പെൻഡിങ് ഓർഡർ വയ്ക്കുക. 5 മിനിറ്റ് നമ്മളൊരു ഓർഡർ ബ്ലോക്ക് സെലക്ട് ചെയ്തു, ഈ ഒരു ഓർഡർ ബ്ലോക്ക് വരയ്ക്കുക. അതിനു ശേഷം നമ്മൾ അവിടെ ഒരു പെൻഡിങ് ഓർഡർ സെറ്റ് ചെയ്യുക. പെൻഡിങ് ഓർഡർ സെറ്റ് ചെയ്തു. സ്റ്റോപ്പ് ലോസ് ആ ഓർഡർ ബ്ലോക്കിന് മുകളിലായിട്ട് കൊടുത്തു. ടാർഗറ്റ് റീസെൻ്റായിട്ട് ലോയിലേക്ക് കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമ്മൾ മാർക്കറ്റ് തിരിച്ച് ഈ ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്യാനായിട്ട് വീണ്ടും വെയിറ്റ് ചെയ്യുക. മാർക്കറ്റ് എന്തായാലും ഇവിടെ വന്ന് ടാപ്പ് ചെയ്ത ശേഷം മാർക്കറ്റ് നമ്മുടെ ടാർഗറ്റിലേക്ക് വരും. അപ്പം ഇങ്ങനത്തിലാണ് നമ്മൾ പ്രീമിയം ഡിസ്കൗണ്ട് കോൺസെപ്റ്റിൽ ട്രേഡ് ചെയ്യുന്നത്. ഇതന്നെ നമ്മൾ സ്മാർട്ട് മണി കോൺസെപ്റ്റ്
എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ അടയാളപ്പെടുത്തി മാർക്കറ്റിൽ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. ഞാൻ ഇത്തരത്തിൽ പ്രാക്ടീസ് ചെയ്താണ് പഠിച്ചത്. ഒരു വട്ടം ചെയ്താലും നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല. തീർച്ചയായിട്ടും വീണ്ടും ഈ വീഡിയോ ഒന്ന് കണ്ട് മനസ്സിലാക്കുക. വീണ്ടും ചാർട്ടിൽ അടയാളപ്പെടുത്തി പ്രാക്ടീസ് ചെയ്യുക. മാർക്കറ്റ് സ്ട്രക്ചർ അടയാളപ്പെടുത്തി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇതുകൊണ്ട് പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇപ്പം ജസ്റ്റ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ജസ്റ്റ് ഈ ഒരു കോൺസെപ്റ്റിനെ പറ്റി പറഞ്ഞു. ഞാൻ ഇതിനെപ്പറ്റി ബുള്ളിഷ് മാർക്കറ്റിൽ എങ്ങനെയാണ് ഇത് അടയാളപ്പെടുത്തുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ വളരെ ലോങ് ആയി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ വീണ്ടും വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ ഗൈസ്.